Nolta and Unitaste co-present Ondanna Ruji, co-powered by Suntips and 916 Cocoa brand coconut oil, special partner Amion, and our dairy partner Payashi, education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായ ഒരു ഗസ്റ്റാണ്. സി കേരളത്തിൻ്റെ മിസ് ഹിറ്റിലൂടെ പ്രശസ്തമായ ഒരു വില്ലത്തി. അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് വിളിക്കാം അഞ്ജലി റാവു. കുറേ കേട്ടിട്ടുണ്ട്, മലയാളി അല്ല എന്നറിയാം. നമുക്ക് കുറേ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പക്ഷെ ആദ്യം തന്നെ നമ്മുടെ ഒന്നൊന്നര രുചിയിൽ വരുന്നിട്ട് ഒരു ഡിഷ് കുക്ക് ചെയ്യുന്നതാണ് ഈ ഷോയുടെ പ്രധാന സംഭവം. അപ്പൊ ആദ്യം ആ ഡിഷ് എന്താണെന്ന് പറയും, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. വൺ പോട്ട് ചിക്കൻ ബിരിയാണി. ഒറ്റ പോട്ടിൽ എല്ലാ കുക്കിംഗ് കഴിയുന്ന ഈസി മെത്തേഡാണ്. അപ്പോൾ ഒരുപാട് ഈ ബിസിയൊക്കെ ഉള്ള ടൈമിൽ ബിസിയായിട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു പാത്രത്തിൽ ഒരുമിച്ച് കുക്ക് ചെയ്ത് എന്ത് പ്രോസസ്സായാലും, അത് ചിക്കൻ കറി ആയിക്കോട്ടെ ബിരിയാണി ആയിക്കോട്ടെ എല്ലാം അങ്ങനെയുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് ബിസി കപ്പിൾസ്, അതേപോലെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഇങ്ങനെ ഭയങ്കര ഷെഡ്യൂളൊക്കെ ബിസി ആയിട്ടുള്ളവർ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇവർ ആന്ധ്ര ഫാമിലിയാണ്. അത് കഴിഞ്ഞിട്ട് ജനിച്ചത് പഞ്ചാബിലാണ്, വളർന്നത് കുറേ കാലം ചെന്നൈയിലാണ്. ഇപ്പം മലയാളത്തിൻ്റെ മരുമകളാണ്. ഒരു മലയാളി ചെക്കനെയൊക്കെ കെട്ടി കോഴിക്കോട് നിന്നിട്ട് കോഴിക്കോട് താമസിച്ച് ഇവിടെ അഭിനയിച്ചൊക്കെ രസകരമായിട്ട് പോവാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അഞ്ജലി, വൺ പോട്ട് ബിരിയാണി, 4 സ്റ്റേറ്റിന്റെ എല്ലാ ഇൻഫ്ലുവൻസും ചേർന്ന ഒരു ബിരിയാണിയാണിത്. അപ്പൊ ഈ ബിരിയാണിയുടെ സ്റ്റോറി എന്ന് പറയാം. ബിരിയാണി ആക്ച്വലി ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ചെറുപ്പത്തിൽ ചെന്നൈയിൽ വളർന്നത്. അപ്പോ ചെന്നൈയില് നമ്മൾക്ക് ഒരുപാട് ബിരിയാണി സ്റ്റോൾസ് ഉണ്ടാവും. 1 kg ബിരിയാണി ഫോർ 100 rupees അങ്ങനെ കിട്ടും നമ്മൾക്ക് അവിടെ. അനിയൻ എപ്പോഴും കൊണ്ടുവരും. അപ്പൊ അമ്മ പറയും പുറത്തുനിന്ന് കഴിക്കരുത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അമ്മ അപ്പൊ ഉണ്ടാക്കിയ വീട്ടിൽ തന്നെ കഴിക്കണം. അമ്മ യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ച് ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ്. ഫസ്റ്റ് ട്രൈ തന്നെ നന്നായിട്ട് വന്നു. പിന്നെ അതിന്റെ ഒരു ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ബിരിയാണി പറഞ്ഞ 15-20 minutes റെഡിയാക്കി കയറും അമ്മ. തുടങ്ങാം. സ്റ്റവ് ഓൺ ആക്കണം. ഞാൻ ചെയ്യാം. അഞ്ജലി ജനിച്ചത് പഞ്ചാബ്. വളർന്നത് അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അപ്പോ ഞാനും അനിയനും ജനിച്ചത് പഞ്ചാബ്. ഒരു 5-6 years പഞ്ചാബിലായിരുന്നു. പിന്നെ ഹൈദരാബാദിലായിരുന്നു, പിന്നെ ഭോപ്പാലിലായിരുന്നു, പിന്നെ പഞ്ചാബ് പോയി, പിന്നെ ചെന്നൈ വന്നു. പിന്നെ അച്ഛനോട് ഞാനും അനിയൻ പറഞ്ഞത്, അച്ഛൻ ട്രാവൽ ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങുമ്പോ അച്ഛനക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ ഫ്രണ്ട്സ് ഉണ്ടാവുന്നില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല. അപ്പൊ അച്ഛന് കാർഗിലായിരുന്നു അച്ഛന്റെ പോസ്റ്റിംഗ്. അവിടെ ഫാമിലീസ് അലൗഡ് ഇല്ല. സോ ചെന്നൈയിലെ തന്നെ ഞങ്ങൾ ഉണ്ടായി. 24 years ചെന്നൈയില്. അതിന് പിന്നെ കല്യാണം കഴിച്ചിട്ട് കോഴിക്കോടിലേക്ക് വന്നു. ഇപ്പൊ ഒരു പക്കാ മലയാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതെ. ഫസ്റ്റ് കുറച്ച് എണ്ണ, കുറച്ച് ചൂടായി വരുമ്പോ നമ്മൾക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. സിനമൺ സ്റ്റിക്ക് ഇട്ടു, ബേ ലീഫ് ഇട്ടു, ഒരു നട്ട്മെഗ് ഇട്ടു, സ്റ്റാർ നൈസ്, കുറച്ച് സോഫ്. ഇപ്പൊ കേരളത്തിൽ വന്നു അസിസ്റ്റന്റിലുള്ള കുറെ വില്ലത്തിലുള്ള അതിലൊരു വില്ലത്തിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അനുഭവം എന്താണ് പറയുന്നത്? ഓക്കെ, ആക്ച്വലി ഞാൻ എന്താ കരിയർ തുടങ്ങിയത് ഒരു ബ്യൂട്ടി പേജന്റ് ആണ്, മിസ് സൗത്ത് ഇന്ത്യ. അതിന് പിന്നെ ഒരുപാട് ആഡ് ഫിലിംസ് ചെയ്തു, നാഷണൽ ആഡ്സ് ആൻഡ് തമിഴ് മൂവീസില് ഹീറോയിനായിട്ട് ചെയ്തു, സപ്പോർട്ടിങ്ങും ചെയ്തു. പിന്നെ എന്തോ ഒരു മൂവി സാറ്റലൈറ്റ് സി തമിഴിലായിരുന്നു. അപ്പോൾ അതിന്റെ ചാനൽ ഹെഡ് വിളിച്ചിട്ട് സീരിയൽ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ സി തമിഴിൽ ഞാൻ നായികയായിട്ട് പോയി. പിന്നെ ബാക്ക് ടു ബാക്ക് തമിഴില് തെലുഗുല് ചെയ്യുമ്പോൾ ഭയങ്കര കരച്ചിലായ പാവമായ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ എന്തോ ഓപ്പോസിറ്റിൽ അഭിനയിക്കുന്ന നെഗറ്റീവ് ലീഡ്സ് ഞാൻ കാണുമ്പോൾ ഇവർ നല്ല ഇതാണല്ലോ, വരും മേക്കപ്പ് ഇടും നന്നായിട്ട് അഭിനയിക്കും പോവും, ഞാൻ മാത്രം കരച്ചിലാണ് എപ്പോഴും കരച്ചിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നായികയായിട്ട് ചെയ്യണ്ട, എനിക്ക് വില്ലത്തിയായിട്ട് ചെയ്യണമെന്ന്. അപ്പൊ അവർ പറഞ്ഞു തെലുഗുല് തമിഴിൽ നിന്ന് കണ്ടത് ഒരു പാവം കുട്ടിയായിട്ട് ആരും വില്ലത്തിയിട്ട് കൊടുക്കാൻ പോകുന്നില്ല. ആ സമയത്തിലായിരുന്നു മലയാളത്തില് സ്വാതി നക്ഷത്രം ചോദി നമ്മളുടെ സി കേരളത്തില് നെഗറ്റീവ്ന്ന് പറഞ്ഞു. നമ്മളുടെ ഫ്ലഡ് ടൈം ആയിരുന്നു. അത് പറഞ്ഞു ഫ്ലൈറ്റ് ഇല്ല, ഞാൻ ട്രെയിൻ കയറി വരാം, എനിക്ക് നെഗറ്റീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് August 15th 2018 തോന്നുന്നു ഞാൻ ട്രെയിൻ കയറി ചെന്നൈ ടു ട്രിവാൻഡ്രം. ട്രെയിന് ഹാഫ് വീല് സ്റ്റോപ്പ് ആയി, ലാൻഡ് സ്ലൈഡ് ആയിട്ട്
ഹാഫിൽ സ്റ്റോപ്പ് ആയി. ഞാൻ പറഞ്ഞു ഞാൻ ഈ സീരിയൽ കമ്മിറ്റ് ആയിട്ട് പോകുന്നു. അവർ ഇന്നോവ അയച്ചിട്ട് വന്ന് ഞാൻ അങ്ങനെ സ്വാതി ചെയ്തു നെഗറ്റീവ് ലീഡ്. ഫസ്റ്റ് നെഗറ്റീവ് ലീഡ് എന്ത് സ്വാതി നക്ഷത്രമായിരുന്നു. ഇത് കണ്ട എന്താണ് ആ ഒരു റോള് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത എഫർട്ടാണ് അല്ലേ? നെക്സ്റ്റ് ഓണിയൻ. യെസ്. ഈ പഞ്ചാബിയിലൊക്കെ പോയിട്ടുണ്ട്, അവിടത്തെയൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതുപോലെ ചെന്നൈയിൽ നിന്ന് കഴിച്ചു. ഇപ്പൊ കേരളത്തിൽ വന്ന് ഡെഫിനറ്റ്ലി കേരള ഭക്ഷണവും കഴിച്ചിട്ടുണ്ടാവും. ഒരു ജനറൽ ഒപ്പീനിയനിൽ പലയിടത്തും ട്രാവൽ ചെയ്ത ഒരാൾ പല സ്റ്റേറ്റിലും പല കൾച്ചറൊക്കെ കണ്ട് പല ഒരാളെന്ന നിലയിൽ ഈ ഫുഡിന്റെ ഒക്കെ ഒരു എന്താണ് വ്യത്യാസം? എല്ലാ ഡിഫറെന്റ് ഒരു എമോഷൻസ് ആണ്. ഇപ്പോ എന്താ പറയാ, ഞാൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ മസ്റ്റർഡ് ഓയിൽ യൂസ് ചെയ്യും ഞാൻ. ഇവിടെ വീട്ടിൽ പറയും എന്താ അമ്മയൊക്കെ പറയും എന്താണ് ഇത് കടുക് എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യും. നിങ്ങളുടെ കേരള ചെയ്യുമ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ആന്ധ്രയിലെ ഗ്രൗണ്ട്നട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഓയിൽസ് നമ്മൾക്ക് ആഡ് ആവുമ്പോൾ ആ വീട്ടിലെ ആ ഫ്ലേവർ വരുമ്പോൾ ഞാൻ കൂടുതൽ മിസ്സാവുന്നത്, ഞാൻ ആക്ച്വലി എമോഷണലി കണക്ട് ആവും. ഈ മസ്റ്റർഡ് ഓയിലിന്റെ സ്മെൽ വരുമ്പോൾ അറിയാൻ തുടങ്ങും. ഐ മിസ് ചെയ്യും, ചൈൽഡ്ഹുഡിനെ മിസ് ചെയ്യും. ലസ്സി. സോ അതാണ് ഏറ്റവും വലിയൊരു അനുഭവം. ചെറുപ്പം മുതലേ പല സ്ഥലങ്ങളിലൊക്കെ പോയി പല ആൾക്കാരുമായിട്ട് പറഞ്ഞ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പോലും യു മെറ്റ് സോ മെനി പീപ്പിൾ അല്ലേ? പല കൾച്ചർ, അവരുടെ എല്ലാം കൾച്ചറൽ ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും ഓരോ സ്റ്റേറ്റിൽ വരുമ്പോൾ. നമുക്ക് ചിലപ്പോൾ നമ്മളിവിടെ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഹോളിഡേ പോയി കണ്ടിട്ട് വന്ന് എനിക്ക് അതുകൊണ്ട് ചെറുപ്പത്തിൽ നിന്ന് ഇയർലി വൺസ് ട്രാവൽ ആയതുകൊണ്ട് വെക്കേഷൻ പോകണം തോന്നുന്നില്ല. എനിക്ക് ചെറുപ്പത്തിൽ നിന്ന് കണ്ടതാണ് ഞാൻ. അപ്പൊ എനിക്ക് ഏതെങ്കിലും ന്യൂ പ്ലേസിൽ പോയാലും ആരെങ്കിലും കണ്ടാലും പെട്ടെന്ന് ഞാൻ കണക്ട് ആയി പോകും. എനിക്ക് സംസാരിക്കാൻ ടൈം എടുക്കുന്നത് പെട്ടെന്ന് ഞാൻ ഫ്രണ്ട്സ് ആയി പോകും. ഹിന്ദി, തമിഴ്, തെലുഗു, ഇംഗ്ലീഷ്, മലയാളം. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാ ഇത്രയും പഠിച്ചത്? മലയാളം ആണോ? സോ ടങ് ട്വിസ്റ്റിംഗ് കൂടുതൽ മലയാളമാണ്. ഇപ്പൊ എന്റെ മോനെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് കാരണം അവൻ ആദ്യം മുതൽ മലയാളം പഠിക്കണം. എന്റെ അടുത്ത് നിന്ന് വേണ്ട, നീ സ്കൂളിൽ പോയി പഠിച്ചാന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ ഓണിയൻ ആയി. ഓക്കെ, അപ്പോ ടൊമാറ്റോ. പച്ചമുളക്. ഞാൻ ആക്ച്വലി കൂടുതലാണ് പച്ചമുളക് കഴിക്കുന്നത്. സ്പൈസി ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ചിട്ടു. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരാൾക്ക് അതും ഞാൻ ഗുണ്ടൂറാണ്. ഗുണ്ടൂർ ഫേമസ് ചില്ലി കോട്ടൺ. അപ്പൊ ചില്ലി ഇല്ലെങ്കിൽ എന്താണ് ഇനി അഞ്ജലിയുടെ ഒരു ഡ്രീം? ഏത് ലാംഗ്വേജിൽ തുടരണമെന്നാണ് ആഗ്രഹം? അങ്ങനെയല്ല, എനിക്ക് നല്ല വേഷങ്ങൾ ചെയ്യണം. എനിക്ക് എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ഷൂട്ട് ഫിനിഷ് ചെയ്തിട്ട് റൂമിലേക്ക് പോയി ഇരിക്കുമ്പോൾ ഞാൻ ഇന്ന് നന്നായിട്ട് അഭിനയിച്ചു, ആ വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എനിക്ക്. നെക്സ്റ്റ് ജിഞ്ചർ ഗാർലിക്. ഈ സമയം കിട്ടിയ വീട്ടിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്? വീട്ടില് എത്ര ഞാൻ ആക്ച്വലി ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്ത ആളാണ്. എട്ട് ടൈം തമിഴ്, തെലുഗു, മലയാളത്തിൽ ടെലിവിഷൻ ചെയ്ത ആളാണ്. വീട്ടിലിരുന്നാൽ ഞാൻ ഒരു ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് പോയാൽ നൈറ്റ് 1 മണിക്ക് വരും ഞാൻ. അപ്പോഴും വീട്ടിൽ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ടാക്കിയിട്ട് പോയി വീട്ടിൽ വന്നിട്ട് എല്ലാ വീട് ക്ലീൻ ചെയ്യും. എനിക്ക് വെറുതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യണം. കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. വീട്ടിലപ്പോൾ എന്തൊക്കെ ഡിഷാണ് ഉണ്ടാക്കുക? ഫസ്റ്റ് ചോയ്സ് ഏത് കിച്ചനാണ്? തമിഴ്, തെലുങ്ക്, കന്നഡ അല്ലെങ്കിൽ കേരള, പഞ്ചാബി, നോർത്ത് ഇന്ത്യൻ ഏതാണ്? കുറവാണ്, കാരണം ഉണ്ടാക്കാൻ പഠിച്ചു വരുന്നത്. കപ്പ മീൻ കറി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ഞാൻ. ഹസ്ബൻഡ് മലയാളി. പുള്ളിക്ക് ഏത് തരം ഭക്ഷണമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഞങ്ങൾ കല്യാണം ആയപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്, ഞാൻ ആന്ധ്രയിലെ ആയതുകൊണ്ട് കറീസ് അത്ര ഉണ്ടാവുന്നില്ല. ഗുണ്ടൂർ സൈഡൊക്കെ ഫുൾ പിക്കിൾസ് ആണ് ഞങ്ങൾ ഉണ്ടാക്കുക. ഗോങ്കോര, ആവക്കായ ഇതൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നമ്മൾ പരിപ്പ്, ജസ്റ്റ് ആ സാമ്പാർ പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ജീരകം ഇട്ട് നമ്മളത് ബോയിലാക്കി എടുക്കും. അതിനെ കൂടെ ചോറ്, നെയ്യ്. ടൊമാറ്റോ പപ്പു ഇല്ല, നോർമൽ പപ്പു, അന്നവും പപ്പു, ആവക്കായ.
എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവൾ കൊല്ലനുണ്ട് എന്റെ പപ്പ അപ്പാണ് ഞാൻ കപ്പ മീൻ കറി ഉണ്ടാക്കി പപ്പു എന്ന് പറഞ്ഞാൽ പരിപ്പ് കറിക്ക് തെലുങ്കില് ആന്ധ്രയിൽ പറയുന്ന നമ്മൾ പരിപ്പ് കറി എന്ന് പറയുന്നതിന് പകരം പറയുന്ന പേരാണ് പപ്പു. നെക്സ്റ്റ് ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി മസാല, ചില്ലി പൗഡർ, സോൾട്ട്. ആദ്യം ഇത്തിരി ഇട്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ മലയാളി ഹസ്ബൻഡിനെ കിട്ടിയ ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് പറയും? ചെന്നൈയിലായിരുന്നു. ഹസ്ബൻഡ് എഡിറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലൈക്ക് മൂവീസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ്, മൂവീസ്, ഒരുപാട് ടെലിഫിലിംസ് ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അങ്ങനെ റിലേഷൻഷിപ്പായി മാറി. വീട്ടിൽ സംസാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫൈനലി മാരേജ് ആയി. കല്യാണമൊക്കെ എവിടെ വെച്ചിട്ടായിരുന്നു? കാലിക്കറ്റ്. നെക്സ്റ്റ് ചിക്കൻ ആഡ് ചെയ്യാം. ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം എണ്ണ ഒഴിച്ചു, കുറച്ച് സ്പൈസസ്, ഗരം മസാല എല്ലാം ചേർത്തിട്ട് ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി, പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി, വെള്ളം ഒക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ട് അതിനകത്ത് ചിക്കൻ ഇട്ട് വഴറ്റുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. തൈര് ചേർക്കുന്ന സമയം ബിരിയാണിയുടെ മണം ഇവിടെ ആയി കഴിഞ്ഞാൽ തൈര് ചേർത്തപ്പോൾ തന്നെ ഇതുവരെ ഒരു ചിക്കൻ കറിയായിരുന്നു. ദ മൊമെന്റ് തൈര് കേട് ആഡ് ചെയ്തപ്പം ബിരിയാണിയുടെ ആ ഫ്ലേവർ ഇവിടെ വന്നു. ഇനി നമ്മൾ റൈസ് ഇടണം അല്ലേ? ഇനി റൈസ് ഇടാം. എത്ര വിസിലാണ് ഇതിന് വേണ്ടത്? ഒരു 3 വിസിൽ. ഇത് ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസാണ്. അളവ് എങ്ങനെയാണ് വല്ലതും ഉണ്ടോ? അതോ സോ എനി ഐഡിയ? അമ്മ ബാസ്മതി റൈസിന് അമ്മ പറഞ്ഞത് 1 കപ്പ് ബാസ്മതിന് 3 കപ്പ് വെള്ളം ഒഴിക്കും. പക്ഷെ ഞാൻ എന്താ എസ്റ്റിമേഷൻ കുക്കറിൽ എത്ര ഇടാൻ പറ്റും അത്ര ഇടാൻ ഞാൻ. സ്റ്റഡീസ് ഒക്കെ എവിടെയായിരുന്നു? കംപ്ലീറ്റ്ലി ചെന്നൈ തന്നെയാണ്. കംപ്ലീറ്റ് 6th സ്റ്റാൻഡേർഡ് മുതൽ MBA വരെ ചെന്നൈ ആയിരുന്നു. മലയാളം സിനിമകളൊക്കെ കാണാറുണ്ട് ഇപ്പൊ? അതോ മലയാളം ഫിലിംസ്? എനിക്ക് മലയാളം മൂവീസിനെ പറഞ്ഞാൽ മലയാളം മൂവീസാണ് ഭയങ്കര ഇഷ്ടം. ഏത് ജോണറിലുള്ള പടങ്ങളൊക്കെയാണ്? ത്രില്ലർ, സൈക്കോ. നെക്സ്റ്റ് വെള്ളം. ചിക്കന്റെ മേലെ വരെ നിൽക്കുക. വെള്ളത്തിന് അളവൊന്നും കൃത്യമായിട്ടില്ല. ആ ചിക്കനും റൈസും മൂടി നിൽക്കുന്ന പരുവത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 3 വിസിലടിപ്പിക്കുമ്പോൾ ബിരിയാണി റെഡി എന്നാണ് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടയ്ക്കാമല്ലേ? നമ്മൾ അടുത്ത വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബിരിയാണി റെഡി ആയിട്ട് വരുന്നത്. അങ്ങനെ 3 വിസിൽ വന്നു. ബിരിയാണിക്ക് റെസ്റ്റ് ചെയ്ത് നമുക്ക് തുറന്ന് കണ്ട സമയമായി അല്ലേ? തുറക്കാം. ഓക്കെ, സിമ്പിൾ ബിരിയാണി. ഒരുപാട് ഗാർണിഷ്, മല്ലിയില, പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. റൈസ്, ചിക്കൻ, അതിൻ്റെ ആ മീറ്റിന്റെ ഫ്ലേവർ, ഇത് മാത്രമാണ് ഈ ബിരിയാണിയുടെ സംഭവം അല്ലേ? ഇളക്കി ഇത്തിരി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായി. അഞ്ചിലയുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈസ് എനിക്ക് തോന്നുന്നു ഒരല്പം വെള്ളത്തിന്റെ ചെറിയ പ്രശ്നമുണ്ടായി. അത് ആ കുക്കറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ചിക്കൻ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അതിന്റെ ആ ഫ്ലേവറും കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പ്രത്യേക ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ആ ചോറിൻ്റെയും ചിക്കൻ്റെയും കൂടെയുള്ള ഫ്ലേവറാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. താങ്ക് യു അഞ്ജലി, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു ഷോയിൽ വരികയും കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതിന് തന്നെ നോൾട്ടയുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയാണ്. വീണ്ടും നോൾട്ടയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ഫ്രൈങ് പാനാണ്. അപ്പോൾ ഇനി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഈ കടായിലും
ഈ പാനിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്. സൺ ടിപ്സിന്റെ ഒരു ഗിഫ്റ്റ്, പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ്, വൺ മോർ 916 കോക്കോ ബ്രാൻഡിന്റെ ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ. താങ്ക് യു. ഇനി ഇത് ഞാൻ കേരള ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയും. ഓക്കെ, എല്ലാരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. കുറച്ച് വാട്ടർ കൂടിപ്പോയി, പക്ഷെ നല്ല ടേസ്റ്റ് ആണല്ലേ. 100% നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ ഇല്ല, എല്ലാരും ഇത് കഴിക്കും. ഉറപ്പായിട്ടും. ഓക്കെ, ഇത് ബിരിയാണി ടേസ്റ്റ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ്, നെയ്മീൻ തേങ്ങ അരച്ചത്. സാധാരണ തേങ്ങ അരയ്ക്കുന്ന പോലല്ല, ഇതിന് ഒരു വ്യത്യാസമായിട്ടാണ്. ഇതിനകത്ത് പെരുംജീരവും കുരുമുളകൊക്കെ ചേർക്കുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടിയിൽ ഇത് കറി വെച്ചാൽ കൂടുതൽ രുചികരമാവും. ഇനി മൺചട്ടി ഇല്ലാത്ത ഒരു സാധാരണ പാനിലായാലും മതി. ചട്ടി ചൂടാക്കി നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവയാണ് ഇടുന്നത്. ഉലുവ പൊട്ടുമ്പോൾ അതിനകത്ത് നീളത്തിലരിഞ്ഞ ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഉള്ളി വാടി വരുന്ന പരുവത്തിന് എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1.5 സ്പൂൺ, ലേശം മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം തന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് മീൻകറി വെച്ചാൽ പ്രത്യേക സ്വാദാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ചിട്ടിട്ട് അതിൻ്റെ ഒരു ഉപ്പിൻ്റെ പരുവം നോക്കി വേണം വീണ്ടും ഇടാൻ. ഇത് നന്നായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്യുക. മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്ന പരുവത്തിൽ നൈസായിട്ട് അരിഞ്ഞ തക്കാളി, തക്കാളി നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മീൻകറിക്ക് ആവശ്യമുള്ള വാളം പുളി പിഴിഞ്ഞ് എടുത്തു വെച്ച പൾപ്പാണ് നമ്മൾ ചേർക്കുന്നത്. മീൻകറിക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്തു. ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കുകയാണ്. ഇതിന്റെ ഗ്രേവി നന്നായിട്ട് തിളക്കണം. അടച്ചു വെച്ച് നമ്മൾ തിളപ്പിക്കാം. നമ്മുടെ മീൻകറിയുടെ ചാറ് നന്നായിട്ട് തിളച്ചതേ ആ ഒരു പരുവത്തിലെത്തി. ഇനി ഇതിൻ്റെ അരപ്പിടുന്നു, മീനിടുന്നു, താളിക്കുന്നു. അരപ്പിന് തേങ്ങ വെള്ളം ഒഴിച്ച് നല്ല മഷി പരുവത്തിൽ എത്രയും ഫൈനായിട്ട് അരയ്ക്കാവോ അത്രയും നന്നായിട്ട് അരയ്ക്കുന്നതാണ് ഈ മീൻകറിയുടെ ടേസ്റ്റ്. അതിലേക്ക് മീനിടുന്നു. ഇനിയാണ് ഈ മീൻകറിയുടെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറഞ്ഞു 2 സ്പൈസസ് ആഡ് ചെയ്യും. സാധാരണ മീൻകറിയിൽ നമ്മൾ ഇടാത്തതാണ്. ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, ലേശം പെരുംജീരകത്തിൻ്റെ പൊടി, അതിനോടൊപ്പം അതേ അളവിൽ കുരുമുളകിൻ്റെ പൊടി. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇത് അടച്ചു വെക്കണം. അതിനുശേഷം താളിക്കണം. താളിക്കാനായി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണയിൽ ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു. ഈ മീൻകറിയിലേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ കറി. അസാധ്യ രുചിയാണ്. ഇതേ ഉള്ളി അങ്ങനെ ചെമന്ന നിറമായി വരുന്ന പരുവായി ലേശം മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മുളക് പൊടിയും വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ചെറിയ ഉള്ളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു താളിപ്പ് മീൻകറിയിലേക്ക് ഒഴിക്കുന്നു.
ഓൾറെഡി ആ പെരുംജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ആ വാളംപുളിയുടെ സ്വാദ് എല്ലാം ഇവിടെ ആ ഒരു ഫ്ലേവർ ആ മീൻകറിക്ക് നമുക്ക് അറിയാൻ പറ്റും. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒന്നാമത് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക. തേങ്ങ അരച്ച പെരിഞ്ചീരകം ഇട്ട കുരുമുളക് ഇട്ട നെയ്മീൻ കറിയാണ്. ഈ മീൻ കറിയിൽ നെയ്മീനോ അയലയോ ആവോലിയോ കരിമീനോ മത്തിയോ എന്ത് കറിയായാലും അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മീൻ കറി നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്കറിയാം, നല്ല കുറുകിയ പരുവത്തിലുള്ള അരപ്പാണ്. ഇത് ചോറുമായിട്ട് കഴിക്കാൻ അസാധ്യ ടേസ്റ്റാണ്. താങ്ക് യു സോ മച്ച്.